ഹലോ, വെൽക്കം ടു ബ്രൈറ്റ് ഗേൾസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഇത് ഈ വീഡിയോ കാണുന്നുള്ളത് തീർച്ചയായിട്ടും കൊച്ചു കുഞ്ഞുങ്ങളുള്ള വീടുകളിലെ അമ്മമാരാണ് കേട്ടോ. കമ്മലിട്ട് കളിക്കുകയാണ് ഗൈസ്, കണ്ടോ. ഇതാണ് മെയിൻ ഹോബി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞു മക്കളുള്ള വീടുകളിലെ അമ്മമാർ കമ്മലൂര് ഗൈസ്. അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, മിക്ക വീടുകളിലും 6 to 9 or 1 year വരെ കുഞ്ഞുങ്ങൾക്ക് പ്യൂരീസ് കൊടുക്കാറുണ്ട്. ആപ്പിൾ പ്യൂരി, ക്യാരറ്റ് പ്യൂരി, പല ടൈപ്പ് പ്യൂരീസ് കൊടുക്കാറുണ്ട്. അത് ഓക്കെ, നല്ലതാണ്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം എന്നെയും കൂടെ ഇൻക്ലൂഡായിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് വെച്ചാൽ ഞാനും കൊടുക്കാറുണ്ട്. ക്യാരറ്റ് പ്യൂരി, ആപ്പിൾ പ്യൂരി ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ഫുഡ് മോൾക്ക് കൊടുക്കാനാണെങ്കിലും ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കും. എന്ത് ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഞാൻ കഴിച്ചതിന് ശേഷം മാത്രമേ ഞാനത് മോൾക്ക് കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇന്നലെ ഷോപ്പിൽ നിന്ന് ആപ്പിൾ വാങ്ങിച്ചോണ്ട് വന്നതിന് ശേഷം ഞാൻ നല്ല ഹോട്ട് വാട്ടറിൽ ഞാനത് ഒന്ന് പറയട്ടടാ, ഞാൻ കമ്മൽ ഊരി കളഞ്ഞു കേട്ടോ. കാരണം മോളിട്ട് പിടിക്കുന്നു, കാരണം സംസാരിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല അതിൻ്റെ കമ്മലിൻ്റെ ആണിയെല്ലാം വായി പോയാൽ പിന്നെ അതിന് കൊണ്ട്. അപ്പോൾ ഹോട്ട് വാട്ടറിൽ കഴുകിയതിന് ശേഷം മാത്രമേ ഞാൻ മോൾക്ക് കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ നോർമൽ വാട്ടറിൽ കഴുകുന്ന സമയത്ത് എൻ്റെ കൈക്ക് നല്ല ചൊറിച്ചിലുണ്ടായിരുന്നേ. അപ്പോൾ നല്ല ചൊറിച്ചിലുണ്ടായിരുന്ന ഞാൻ പിന്നെ അത് വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. കാരണം മിക്ക സാധനങ്ങളും ചിലവർക്ക് ഫിഷ് കഴുകുന്ന സമയത്ത് കൈക്ക് അങ്ങനെ വരാം. പക്ഷേ കൈക്ക് അലർജി ഉള്ളവർക്കാണ്, സ്കിൻ അലർജി ഉള്ളവർക്കാണ് കേട്ടോ അങ്ങനെ വരുന്നത്. പക്ഷേ എനിക്കങ്ങനെ സ്കിൻ അലർജി അങ്ങനെ ഇല്ല. അപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചു, ഇതെന്താ എൻ്റെ കൈ ഇങ്ങനെ ചൊറിയുന്നത്, ഫസ്റ്റ് ടൈം ആണല്ലോ ഞാൻ ആലോചിച്ചു. ബട്ട് ഞാനത് വലിയ കാര്യമായിട്ട് എടുക്കാതെ ഞാനത് അവോയ്ഡ് ചെയ്തു. അപ്പോൾ ഞാനത് കട്ട് ചെയ്തു കേട്ടോ. കട്ട് ചെയ്ത് നോക്കുമ്പോൾ അത് ചെറിയൊരു റെഡിഷ് കളർ, അതായത് അതിൻ്റെ തൊലിക്കല്ലാതെ മാംസത്തിൽ കൂടി എന്തോ ഒന്ന് സ്പ്രെഡായിട്ട് കിടക്കുന്ന കണക്ക് റെഡിഷ് കളർ ഞാൻ കണ്ടു. പക്ഷെ ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. അതും ഞാൻ അവോയ്ഡ് ചെയ്തു. കാരണം ചില ഫ്രൂട്ട്സിനൊക്കെ അങ്ങനെ കളറ്, തൊലിക്കല്ലാതെ ഫ്രൂട്ട്സിനും അങ്ങനെ കളറ് വരാം. അതുകൊണ്ട് ഞാൻ അതും അവോയ്ഡ് ചെയ്തു. അപ്പോൾ ഞാൻ കഴിച്ചതിന് ശേഷമാണല്ലോ ഞാൻ മോൾക്ക് കൊടുക്കാറെന്തും. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ചു കേട്ടോ. ഞാൻ മോൾക്ക് കൊടുത്തിട്ടില്ലേ, കാരണം ഇതെന്താണെന്നറിയാതെ കുഞ്ഞിന് കൊടുക്കാൻ എനിക്കൊരു ധൈര്യമില്ല. അതുകൊണ്ട് ഞാൻ മോൾക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ അതിൽ കുറച്ചെടുത്ത് കഴിച്ച് വിത്തിൻ 5 minutes എനിക്കിവിടെ എല്ലാം ചൊറിയാൻ തുടങ്ങി ഗൈസ്. ഇപ്പോഴും ഇവിടെ എല്ലാം ചൊറിയുന്നുണ്ട്. എൻ്റെ ചുണ്ടും മുഖവും താഴെയൊക്കെ ഇവിടെ ഒക്കെ എനിക്ക് ചൊറിച്ചിലായി തുടങ്ങി. എന്താ ചെയ്യാന്ന് എനിക്കറിയാം. ഇപ്പോഴും ആ ചൊറിച്ചിൽ മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നോക്കി വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ പുറമേയുള്ള ഭംഗി നോക്കി വാങ്ങിക്കാതെ അല്പം വിളവ് കുറഞ്ഞതാണെങ്കിൽ പോലും അത് നോക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഞാൻ അങ്ങനെ നോക്കി വാങ്ങിച്ചതിൻ്റെ ഫലമാണ് കേട്ടോ. അപ്പോൾ കൊടുക്കുന്നത് നല്ലതാണ്. ആപ്പിൾ പ്യൂരി, ക്യാരറ്റ് പ്യൂരി ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ സൂക്ഷിച്ച് വാങ്ങിക്കുക. ഇതെൻ്റെ എക്സ്പീരിയൻസ് ആണ്, ഫസ്റ്റ് എക്സ്പീരിയൻസ്. അതുകൊണ്ട് എനിക്ക് ഇനി അടുത്തൊരു തെറ്റ് പറ്റത്തില്ല. അതുപോലെ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ കാണും, ചിലരത് അവോയ്ഡ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, എനിക്ക് നല്ലതായിട്ടത് എഫക്റ്റ് ചെയ്തു കേട്ടോ. എനിക്കിവിടെ എല്ലാം നല്ല ചൊറിച്ചിൽ വന്നു. അപ്പം കുഞ്ഞുങ്ങൾക്കാകുമ്പം അവർക്കതൊന്നും താങ്ങാനുള്ള ശേഷി ആയിട്ടില്ല. പ്രത്യേകിച്ച് 6 to 1 year ബേബിക്കൊക്കെ ആപ്പിൾ കൊടുക്കുമ്പോൾ 1 to 5 month വരെയൊക്കെ മാക്സിമം പാലാണ് കൊടുക്കുന്നത്. 6 month തൊട്ടൊക്കെയാണ് കുറച്ച് ഫുഡൊക്കെ കൊടുത്ത് തുടങ്ങുന്നത്. അപ്പം ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട്, അവോയ്ഡ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പറയുമ്പോഴാണ് അറിയുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം അത് മറ്റുള്ളവർക്കൂടെ ഒന്ന് മനസ്സിലാവട്ടെ.
ചിലർ വിചാരിക്കും അത് ആപ്പിളിൻ്റെ കളറാണ്, അത് ആപ്പിളെ പറ്റി പിടിച്ചിരിക്കുന്നതാണ് എന്ന്. ഞാനും അങ്ങനെ കരുതിയിട്ട് തന്നെയാണ് ഞാൻ ആദ്യം അത് മൈൻഡ് ചെയ്യാതിരുന്നത്. പക്ഷേ എനിക്കത് ചൊറിച്ചിൽ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതാണ് പ്രശ്നമെന്ന്. ആദ്യം കൈ ചൊറിഞ്ഞു, പിന്നെ അതിൻ്റെ കളർ മനസ്സിലായി, പിന്നെ എനിക്ക് ചൊറിച്ചിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് കാര്യമെന്ന്. അപ്പോൾ നോക്കി വാങ്ങിക്കാം കേട്ടോ. മോള് കരയുന്നുണ്ട് കേട്ടോ. മിക്ക ഡോക്ടേഴ്സും പറയുന്നതെന്ന് വെച്ചാൽ പാല്, നമ്മളെ തള്ളയുടെ മുലപ്പാൽ തന്നെയാണ് ബെസ്റ്റ് എന്നാണ് കുഞ്ഞുങ്ങൾക്ക്. ശരിക്കും അത് തന്നെയാണ് കേട്ടോ നല്ലത്. പിന്നെ നമ്മൾ അമ്മമാർക്കുള്ളൊരിതാണ് നമ്മൾ അത് ടേസ്റ്റ് ചെയ്യണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം എന്നൊക്കെ നമ്മളെ അമ്മമാരുടെ ആഗ്രഹമാണ്. അത് പ്രകാരം കൊടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു കേട്ടോ എന്ത് ഫുഡ് കൊടുക്കണം. ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ടൊന്നുമില്ല എന്ത് ഫുഡ് കുഞ്ഞിന് കൊടുക്കും, എങ്ങനെ കൊടുക്കുമെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം ഒരു വട്ടം മോക്ക് പനിയായിട്ട് പോയ സമയത്ത് ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞു ആ കുഞ്ഞിന് 6 മന്ത് അല്ലെങ്കിൽ 7 മന്ത് ആയില്ലേ, ഇനിയിപ്പോൾ ഇന്നത് കൊടുത്തു തുടങ്ങാം എന്ന് പറഞ്ഞു. പക്ഷേ ഇന്നത് ഇങ്ങനെ കൊടുക്കണമെന്നൊന്നും ഡോക്ടർ പറഞ്ഞിട്ടുമില്ല, ഞാനോട്ട് ചോദിച്ചിട്ടുമില്ല. അറിയാം, ഇപ്പം മിക്കവരും യൂട്യൂബ് ചാനൽസ് നോക്കിയാണ് എല്ലാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. പിന്നെ നമ്മളുടെ അമ്മമാർക്ക് അറിയാവുന്ന അറിവ് വെച്ച് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാറുണ്ട് അല്ലേ. മിക്കവരും യൂട്യൂബ് ചാനൽ നോക്കിയിട്ടൊക്കെയാണ് കൊടുക്കാറ്. അപ്പം ഞാനങ്ങനെ ചോദിച്ചിട്ടില്ല. അവർക്ക് എന്താണോ നല്ലതെന്ന് തോന്നുന്നത് അത് ഞാൻ കൊടുക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്കിത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം ഇതറിയാത്ത ഒരുപാട് അമ്മമാർ കാണും, അവർക്കൊക്കെ യൂസ്ഫുള്ളാകട്ടെ. എൻ്റെ കണക്കത്ത് മണ്ടത്തരം ആർക്കും മണ്ടത്തരം പറ്റാതിരിക്കട്ടെ. കാരണം നമ്മളെ മക്കളല്ലേ, അപ്പം അവരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുമ്പോൾ മായം ചേർന്നതും ഇന്നത്തെ കാലത്ത് മായം ചേരാത്ത ഒരു സാധനവും കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടത്തില്ല, അത് സത്യമായ കാര്യമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുള്ളായി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ബൈ.